ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു അരിമുറുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റെസിപ്പി. വളരെ ഈസിയാണ്. ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ മെയിനായിട്ട് വേണ്ടൂ. പിന്നെ ബാക്കി നമ്മൾ മസാല കൂട്ടുകളും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ അരി ഉഴുന്ന് മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്ന് വേവിച്ചിട്ട് അരച്ചെടുത്തതാണിത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് അരക്കുമ്പോൾ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വേഗം കഴിയും. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചതിന് ശേഷം 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല അരിപ്പൊടി, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ 2 കപ്പ് അരിപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക അളവിന്. എന്നിട്ട് അതിൻ്റെ ഇരട്ടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂണ് എള്ളിടുന്നുണ്ട്. എള്ള് അല്ലെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ ഇടുക, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇത്ര മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതാണ് ഒരു മിതമായിട്ടുള്ള കണക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുഴക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട. ഇത് രണ്ടും കൂടി ഈ ഒരളവിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ നൂൽപുട്ടിൻ്റെ ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഭയങ്കര ശക്തി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വീഡിയോയിൽ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പം തന്നെയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് ചൂട് മാറിയതിന് ശേഷം കഴിക്കുക. അപ്പോൾ ചൂട് മാറുമ്പോഴേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു, ബൈ ബൈ.